നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഡി മരിയയുടെ നിഴലാവാൻ താല്പര്യമില്ല, ഇനി അങ്ങനെ തുടരാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ക്ലബ്ബ് വിടാൻ ഒരുങ്ങുന്നു ബ്രസീലിയൻ താരം. ഇത് ഇറ്റാലിയൻ മാധ്യമം കൊറിയറെ ഡെല്ലാ സ്പോർട്ട് നൽകിയിട്ടുള്ള ഒരു വാർത്തയാണ്. അവർ ഉദ്ധരിച്ചുകൊണ്ട് പോർച്ചുഗീസ് മാധ്യമമായിട്ടുള്ള എബോല ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുകൊണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ, ബെൻഫിക്കയിലുള്ള ബ്രസീലിയൻ താരം ഡേവിഡ് നെരസ് ക്ലബ്ബ് വിടാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇറ്റാലിയൻ ക്ലബിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു. നാപ്പോളിയോട് അദ്ദേഹം യെസ് പറഞ്ഞു എന്നാണ് റിപ്പോർട്ട്. അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് കൊറിയറെ ഡെല്ലാ സ്പോർട്ട് ഈ രൂപത്തിലുള്ള ഒരു വിശദീകരണം അതിൽ കൊടുത്തിരിക്കുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് അത് പോർച്ചുഗീസ് മാധ്യമവും കൊടുത്തിട്ടുണ്ട്, എബോലയും കൊടുത്തിട്ടുണ്ട്. കാരണം പോർച്ചുഗീസ് ക്ലബ്ബാണ് ബെൻഫിക്ക, ഇറ്റാലിയൻ ക്ലബ്ബാണ് നാപ്പോളി. എന്നാലും വാർത്തയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: 27-കാരനായിട്ടുള്ള ബ്രസീലിയൻ ഇന്റർനാഷണൽ നാപ്പോളിയിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്നു. ഇറ്റാലിയൻ ന്യൂസ് പേപ്പർ ഈ ഒരു വിവരം കൊടുത്തിരിക്കുന്ന 20 മില്യൺ യൂറോക്ക്, ആസ്കിംഗ് പ്രൈസ് 20 മില്യൺ യൂറോയാണ്. അത് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ നാപ്പോളിക്കും താല്പര്യമുണ്ട്. അദ്ദേഹത്തിന് ഇനി നോ ലോങ്ങർ വാണ്ട്സ് ടു ലൈവ് ഇൻ ഡി മരിയാസ് ഷാഡോ. ഡി മരിയയുടെ നിഴലായിട്ട് ഇനിയും ജീവിക്കാൻ, തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് കൊറിയർ ഡെല്ലാ സ്പോർട്ട് പറയുന്നത്. നമുക്കറിയാം, ഡേവിഡ് നെരസ് ഒരു ഘട്ടത്തിൽ ബ്രസീലിന് വലിയ പ്രതീക്ഷ നൽകിയ താരമാണ്. അയാക്സിലൊക്കെ അദ്ദേഹം കളിക്കുന്ന ഘട്ടത്തിൽ ബ്രസീൽ ദേശീയ ടീമിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് അങ്ങ് മങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. 2017 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം അയാക്സിനായിട്ട് വെന്നിക്കത്തിയിരുന്നു. അവിടെ നിന്ന് ഷാക്തർ ഡൊണസ്കിലേക്ക് 2022 പോയി. ഷാക്തർ ഡൊണസ്കിൽ നിന്നാണ് ബെൻഫിക്ക അതേ വർഷം അദ്ദേഹത്തെ സ്വന്തമാക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫറിന് ശേഷം അദ്ദേഹം പോർച്ചുഗീസ് ടീമിനായിട്ട് കളിച്ചു. അവിടം വിട്ടാണ് ഇപ്പോൾ നാപ്പോളിയിലേക്ക് ചേക്കേറാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. 27-കാരനായിട്ടുള്ള താരം ബ്രസീലിന്റെ അണ്ടർ-20, അണ്ടർ-23 ടീമുകൾക്ക് വേണ്ടി കളിച്ചു. ബ്രസീലിന്റെ ദേശീയ ടീമിന് വേണ്ടി 8 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുകയും ഒരു ഗോൾ അടിക്കുകയും ചെയ്തിട്ടുള്ള താരമാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.